മലയാളികൾ കാത്തിരുന്ന ഒരു നിമിഷമായിരുന്നു ശ്രീ സുരേഷ് ഗോപിയെ തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഒന്ന് കാണണമെന്നുള്ളത്. കാരണം മലയാളികൾക്ക് ഒരുപാട് തമാശകളും ഒരുപാട് അദ്ദേഹത്തിൻ്റെ കോപ്രായത്തരങ്ങളൊക്കെ മലയാളികൾ ഒരുപാട് രസിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ആശ്വാസമുണ്ടായിരുന്നത് ശോഭാ സുരേന്ദ്രനും സുരേഷ് ഗോപിയും ഒക്കെയാണ്. അവരുടെ ചില തമാശകൾ അവരുടെ യാഥാർത്ഥ്യങ്ങളാണ്, പക്ഷെ അത് നമ്മൾ തമാശകളായാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആ തമാശകളായിരുന്നു നമ്മുടെ ടെൻഷൻ്റെ ഒരു ഭാഗം കുറിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഈ തിരഞ്ഞെടുപ്പിൽ വലിയ ആശ്വാസമായിരുന്നു ഇവർ രണ്ടുപേരും. പക്ഷേ തിരഞ്ഞെടുപ്പ് സമയത്ത് സുരേഷ് ഗോപിയുടെ ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു. ആ പ്രഖ്യാപനങ്ങളിൽ ചിലതായിരുന്നു ഏറെ സംസാര വിഷയമായി മാറിയത്. അതിലൊന്നാണ് തൃശ്ശൂർ ഞാൻ അങ്ങ് എടുക്കുക, ഈ തൃശ്ശൂർ എനിക്ക് വേണം, അങ്ങനെ പറഞ്ഞു. ഞാൻ വിജയിക്കാൻ വേണ്ടി പോവുകയാണെന്നുള്ള ഒരു ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസത്തിന് മലയാളികൾ 8ന്റെ പണി അങ്ങ് കൊടുത്തു. തിരഞ്ഞെടുപ്പ് ഫലം വന്നു, 8 നിലയിൽ പൊട്ടി. തൃശ്ശൂരിൻ്റെ തിരഞ്ഞെടുപ്പ് ചിത്രങ്ങളിലേക്ക് സുരേഷ് ഗോപിയുടെ കടന്നുവരവുണ്ടായില്ല. ആ തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം കാണാതായ മനുഷ്യനാണ്. എവിടെ പോയി എന്ന മാധ്യമങ്ങളും മലയാളികളും ഒന്നിച്ചു നിന്ന് ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നു. എവിടെ പോയി? അങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ മലയാളികൾക്ക് ഒരു ചെറിയ വാർത്ത കിട്ടി. അങ്ങത് തമിഴ്നാട്ടിൽ ഉണ്ട്, ആള് ഇപ്പോൾ തമിഴ്നാട്ടിലുണ്ട് എന്നുള്ള ഒരു വാർത്ത കിട്ടി. പിന്നീടും അന്വേഷണം നടത്തിയപ്പോൾ ഒരു തമിഴ് സിനിമയുടെ ഷൂട്ടിങ്ങിലാണെന്ന് അറിഞ്ഞു. അപ്പോൾ മലയാളികൾക്ക് ആകെ വിഷമമായി. രാഷ്ട്രീയം വിട്ട് സുരേഷ് ഗോപി പോയി കഴിഞ്ഞാൽ ഇനി ആരുണ്ട് നമ്മൾക്ക് ഇത്തിരി തമാശ പറഞ്ഞ് അല്ലെങ്കിൽ ഇത്തിരി പ്രവർത്തനങ്ങളിലൂടെ തമാശ രൂപത്തിൽ നമ്മളെ ചിരിപ്പിക്കാൻ ഇനി ആരുണ്ട് എന്നുള്ള ഒരു വിഷമത്തിലായിരുന്നു. ആ വിഷമങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകാൻ വേണ്ടി തന്നെയാണ് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് 11:45 ഒരു നീല കുർത്തയുമിട്ട് കേന്ദ്രമന്ത്രി വി മുരളീധരനോടൊപ്പവും ഗവർണറും അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിയോടൊപ്പം നാവികസേന വിമാനത്താവളത്തിലേക്ക് എത്തുകയും അവിടെ മോദിക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന ഒരു ചിത്രം BJP കേരളം എന്നുള്ള ഫേസ്ബുക്ക് പേജിലൂടെ മലയാളികൾ കാണുന്നത് വളരെ സന്തോഷമായി. കാരണം കയ്യോടെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചല്ലോ. നരേന്ദ്രമോദിക്ക് മുന്നിലെങ്കിലും പ്രത്യക്ഷപ്പെടാൻ ശ്രീ സുരേഷ് ഗോപി തയ്യാറായല്ലോ. അത് വലിയ ഒരു ആശ്വാസമായിട്ട് തന്നെയാണ് മലയാളികൾ കണ്ടത്. അങ്ങനെ ആ ചിത്രം പുറത്തു വന്നതോടുകൂടി സുരേഷ് ഗോപി നമ്മുടെ നാടുമായി ബന്ധമുണ്ട്, ഇനി നമ്മുടെ നാടിനെ വിട്ടു പോകില്ല എന്നുള്ള ഒരു പ്രതീക്ഷയും മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. എന്തായാലും ആ ചിത്രം വലിയ രീതിയിൽ വൈറലാവുകയും ആ നീല കുർത്തക്കാരൻ ആരാണ് എന്നുള്ള ഒരു അന്വേഷണം നടത്തി ട്രോളന്മാരും കടന്നു വന്നതോടുകൂടി സുരേഷ് ഗോപി വീണ്ടും കേരളത്തിലേക്ക് രംഗപ്രവേശനം നടത്തിയിരിക്കുകയാണ്. അത് മോദിജിയുടെ കൂടെയാകുമ്പോൾ മോദിജിയിൽ മാത്രമായിരിക്കുമല്ലോ മാധ്യമ ശ്രദ്ധ എന്ന് അദ്ദേഹം വിചാരിച്ചു കാണും. പക്ഷേ മലയാളികളുടെ ഇരട്ടക്കണ്ണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട് എന്നുള്ള കാര്യം ആ ഭാവം മനസ്സിലാക്കാതെ പോയി. എന്തായാലും ആ ദൃശ്യം വന്നതോടുകൂടി സുരേഷ് ഗോപി നമ്മുടെ കേരളത്തിൽ തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമുക്ക് നിൽക്കാം. പുതിയ കോപ്രായങ്ങളും പുതിയ തമാശകളുമായി അദ്ദേഹത്തിൻ്റെ കടന്നുവരൽ നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.